കൈദി 2വിന്റെ പ്ലോട്ട് കൈദിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ദില്ലിയും ലിയോദാസും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്? അങ്ങനെ കൂലി റിലീസായി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോ സിനിമയ്ക്ക് വന്നത് ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണ്. പക്ഷേ ഈ കൂലിക്ക് വന്നത് ഒരു മിക്സ്ഡ് റെസ്പോൺസ് എന്ന് പറയാൻ പറ്റില്ല, അതിലും താഴെയായിട്ടാണ് റെസ്പോൺസ് വന്നത്. കൂലിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അമീർ ഖാനെ കുറിച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കുള്ളിൽ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഒന്ന് മാറി വരട്ടെ. കൂലിയുടെ ട്രെയിലറിൽ നിന്ന് ഞാനൊരു ഫേക്ക് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറി കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂലിയുടെ സ്റ്റോറി അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ തന്നെ ആയിപ്പോയി. അടുത്തതായിട്ട് ലോകേഷിന്റെ ഒരു സ്ക്രിപ്റ്റിൽ വരുന്നൊരു ഫിലിമാണ് ബെൻസ്. ലോകേഷിന്റെ ഫിലിമായിട്ട് വരാൻ പോകുന്നതാണ് കൈദി 2. ബെൻസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ കൈദി 2വിനെയാണ് നോക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയാനില്ല, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. ലോകേഷിന്റെ ഫിലിമോഗ്രാഫിയിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫിലിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈദി എന്നാണ് എന്റെ ഉത്തരം. ആ ഒരു പ്ലോട്ട് ഇമോഷണലായിട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു ആക്ഷൻ ഫിലിമാണ്. ഒരു ആക്ഷൻ സിനിമയിൽ എങ്ങനെ വേണം ഇമോഷൻസ് കൺവേ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കൈദി എന്ന ഫിലിം. ലോകേഷിന് തന്നെ ഒരു ചലഞ്ചാണ് കൈദി പോലൊരു ഫിലിം അല്ലെങ്കിൽ കൈദിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിലിം എടുക്കുക എന്നുള്ളത്. കൈദിക്കുള്ളിൽ ലോകേഷ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന അതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് വേ ഉണ്ട്. ലോകേഷിന്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് നടക്കുന്ന സ്റ്റോറീസിനെ 2 സ്റ്റോറി ലൈനിലൂടെ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്ത് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് ഈ 2 സ്റ്റോറിയും കൂടെ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ലോകേഷിന്റെ കൈദി തൊട്ട് കൂലി വരെ എടുക്കുന്ന സമയത്ത് സെയിം മെത്തേഡിലുള്ള ആ ഒരു ഫിലിം മേക്കിംഗ് ടെക്നിക്ക് തന്നെയാണ് ലോകേഷ് അതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ലോകേഷ് എന്നൊരു ഡയറക്ടർ ഫിലിം മേക്ക് ചെയ്യുന്ന സമയത്ത് ലോകേഷിനെ അത്രയ്ക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ട 2 ടീംസ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, 2 എന്ന് പറയുന്നത് ഇതിൻ്റെ എഡിറ്റിംഗ്. പുറത്ത് നല്ല പൊരിഞ്ഞ മഴ നടക്കുകയാണ്, അതിൻ്റേതായ നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കുക. ലോകേഷിൻ്റെ ഫിലിംസിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൾട്ടിപ്പിളായിട്ട് നടക്കുന്ന കാര്യങ്ങളെ നോൺ ലീനിയർ ആയിട്ടാണോ ലോകേഷ് റൈറ്റ് ചെയ്യുന്നതെന്നോ കറക്റ്റ് ഓർഡറിലാണോ ലോകേഷ് എഴുതി വെച്ചിരിക്കുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ അതിനെ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ മൾട്ടിപ്പിൾ രീതിയിൽ എഡിറ്റ് ചെയ്ത് എടുക്കുന്ന ടൈപ്പ് ഫിലിം മേക്കിംഗ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ്, ഇത് രണ്ടും ലോകേഷ് തിങ്ക് ചെയ്യുന്ന ഒരേ രീതിയിൽ തന്നെ തിങ്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലോകേഷ് പറയുന്ന കാര്യം നമ്മൾ ഓഡിയൻസിന് കണക്റ്റ് ആവുകയോ ആ കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുകയോ ചെയ്യില്ല. അത് കറക്റ്റായിട്ട് ബ്ലെൻഡായി വരും എന്നുണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ഓർമ്മയുണ്ടാവുള്ളൂ, അതിനകത്തുള്ള ഏതെങ്കിലും ഒരു സീൻ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുള്ളൂ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ വിക്രമിന്റെ ഇന്റർവെൽ ബ്ലോക്കും കൈദിയിനകത്തുള്ള ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ലോറിയിനകത്ത് നിന്ന് ഇങ്ങനെ പോയിട്ട് ഒരു ഷോട്ട് ഉണ്ട്. ദില്ലിയുടെ ക്യാരക്ടർ നരേന്റെ അടുത്ത് പറയുന്ന ഒരു മാസ് ഒരു ഡയലോഗ് ഉണ്ട്. 10 വർഷത്തെ കാര്യം അതിലേ അറിയുള്ളൂ, അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് അറിയില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഷോട്ട്, ആ ഒരു സിനിമയ്ക്കകത്തുള്ള ഓരോ കാര്യങ്ങളും ഒരു ഹൈ മൊമെന്റ് എന്ന് പറയും നമ്മൾ ഇതിനെ. അതായത് ഇങ്ങനെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെ പോകുന്ന ആ ഒരു ഹൈ ഉണ്ടല്ലോ, ആ ഒരു ഹൈ മൊമെന്റിനെയാണ് ഇതുപോലെ നമ്മളെ മൈൻഡിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് സ്ട്രൈക്ക് ആവുന്നത്. എഡിറ്റിംഗ് ആയാലും ഡയറക്ടറുടെ വിഷൻ ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് നിന്നതുകൊണ്ടാണ് ഈ 2 സിനിമയും നമുക്കൊരു അവിയൽ പോലെ ഫീൽ ചെയ്യാത്തത്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 3 വഴിക്ക് നിന്ന ഒരു സിനിമയാണ് കൂലി എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള കൺഫ്യൂഷൻസും കോംപ്ലിക്കേഷൻസും നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോഴും മനസ്സിലാവും, ആ സിനിമ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും. അതെന്താണെന്നുള്ളത് നമ്മൾ മറ്റേ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയും. കൈദിക്കകത്ത് ലോകേഷ് ദില്ലിയെ കൊണ്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയിക്കുന്ന ഒരു സീനുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്താണ് നമ്മളുടെ കൈദി 2 എന്നുള്ളത്. അതൊരു ഫിലിം മേക്കിംഗ് സ്റ്റൈലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആഫ്റ്റർ കൈദിയും സെക്കൻഡ് ഹാഫ് ബിഫോർ കൈദി ആയിരിക്കും ലോകേഷിന്റെ കൈദി 2 എന്ന് പറയുന്ന ഫിലിമിന്റെ ഒരു സ്ട്രക്ചർ. ഇതിനകത്തേക്ക് ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് വരാൻ പോകുന്നതെന്നുള്ളത് ലോകേഷ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ലിയോരകത്തുള്ള ക്യാരക്ടേഴ്സ്, വിക്രമിനകത്തുള്ള ക്യാരക്ടേഴ്സ്, കൈദി സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സ്. നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ദില്ലിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ റോളക്സ് ആയിരിക്കും. ദില്ലിക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വരുന്നത് വിക്രമായിരിക്കും, വിക്രമിൻ്റെ ടീമായിരിക്കും, ഏജന്റ്, ആ ഒരു ഗോസ്റ്റ് ടീമായിരിക്കും. ഇതിലെവിടെയായിരിക്കും കൂടുതലായിട്ടുള്ള ചാൻസ് ലിയോദാസും ദില്ലിയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ളത്? നമുക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദില്ലിയും ലിയോദാസും തമ്മിൽ കണക്ട് ആവാനുള്ള ഒരേ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരു ബേക്കറിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ദില്ലി ഒരു സീനിൽ ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ ഒരു കമ്മൽ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഈ കമ്മൽ വാങ്ങിച്ചത് ബേക്കറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാഷ് വെച്ചിട്ടാണെന്നുള്ളൊരു ചെറിയൊരു ഡയലോഗ് അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ആ ഒരു ബേക്കറി എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം പോകുന്നത് നമ്മളെ ലിയോദാസിൻ്റെ കോഫി ഷോപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതാണ് നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ആ രീതിയിലേ നമുക്കൊരു ഓപ്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം വിജയ് ഇപ്പം മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ലിയോദാസിൻ്റെ ഒരു എൻട്രി ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഒരു വോയിസിലൂടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക്
ലിയോദാസിനെ അതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി എക്സ്ട്രാ പുതിയ ക്യാരക്ടേഴ്സോ ഇനി ബെൻസ് ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഏതെങ്കിലും പുതിയ ക്യാരക്ടേഴ്സോ കൈദി 2-നകത്തേക്ക് എൻട്രി ചെയ്യുമോ എന്നുള്ളത് അതും ലോകേഷിനെ അറിയാവൂ. ഞാൻ പറഞ്ഞു കൈദി 1-നകത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ദില്ലി പറയുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദില്ലിക്ക് ഒരു മകളുണ്ട്, ഒരു വൈഫ് ഉണ്ടായിരുന്നത് വിജി എന്നാണ് നെയിം. വിജി മരിച്ചതായിട്ടാണ് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ പറയുന്നത്. ദില്ലിയുടെ വൈഫിൻ്റെ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ 2 ഗാങ്സ്റ്റേഴ്സിനെ കൈദിക്കകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് അടയ്ക്കളത്തിനകത്തുള്ള ഗ്യാങ് മെമ്പേഴ്സിൽ ഏതെങ്കിലും 2 പേരാവാനായിരിക്കും കൂടുതൽ ചാൻസ് വരുന്നത്. ദില്ലി അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അതിൻ്റെ പേരിലാണ് ദില്ലിനെ അറസ്റ്റ് ചെയ്യുകയും ദില്ലി അകത്താവുകയൊക്കെ ചെയ്യുന്നത്. കൈദിയുടെ ക്ലൈമാക്സിൽ അടയ്ക്കളത്തിന് ദില്ലിയെ മനസ്സിലാവുന്നുണ്ട്, ആ ഒരു ഇഷ്യൂവിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരെയായിരിക്കും ദില്ലി തട്ടിയത്. ആ ഒരു രീതിയിലായിരിക്കും കൈദി 2-ന്റെ സെക്കൻഡ് ഹാഫ്. കൈദിയുടെ പാസ്റ്റ് കാണിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു നോർമൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലും ഒരു സസ്പെൻസ് ഫീൽ ചെയ്യാനുള്ള സ്ഥലങ്ങൾ അവിടെയാണ്. അതായത് ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള പോർഷൻസിലായിരിക്കണം ഈ പറയുന്ന ദില്ലി ആരാണെന്നുള്ളതിൻ്റെ ഒരു പാസ്റ്റ് നമുക്ക് ആ ഒരു മാസ് എലവേഷനോടുകൂടി കാണിക്കേണ്ടത് എന്നുള്ള എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും ആ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാവുന്നത്. ദില്ലിയുടെയും മകളുടെയും പിന്നെ ആ പയ്യൻ്റെയും കറണ്ട് ലൈഫ് എന്താണ്, അവർ ഏത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ എന്നുള്ളത് കാണിച്ച് വന്നിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. അതൊന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുന്ന സമയത്തായിരിക്കും നമുക്കൊരു ഇൻ്റർവെൽ ഉണ്ടാവുക. ആ ഒരു ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനിലായിരിക്കും കൈദി എന്തായിരുന്നു എന്നുള്ള പാസ്റ്റിലേക്ക് പോകുന്നത്. അവിടെയായിരിക്കും ദില്ലിയുടെ വൈഫ് മരിക്കാൻ ഉണ്ടായ ഒരു റീസൺ ഉണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടായെന്ന് അവർ കാണിക്കില്ലായിരിക്കും. കാരണം ഓൾറെഡി അതൊരു നറേഷനിലൂടെ ആ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ പറയാത്ത എന്തെങ്കിലും അവർ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വിഷ്വലി കാണിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇതൊക്കെ നമ്മളുടെ ഒരു ഇമാജിനേഷനിൽ പറയുന്നതാണ്. ഇതേപോലെ ഞാൻ ഒന്ന് ഇമാജിനേഷൻ ചെയ്തതാണ് കൂലിയുടെ ട്രെയിലർ. ഈ ഒരു സിനിമയ്ക്കകത്ത് പെട്ടെന്നൊരു ജനറൽ ഷിഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആ സ്റ്റോറി തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം നമ്മളും അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അങ്ങനെയാണ് സിനിമ കാണുന്നത്. അതുകൊണ്ട് ആ രീതി ചിന്തിച്ചു, ആ രീതിയിൽ കിട്ടിയതാണ്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇതും പറയുന്നത്. എൻ്റെ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഞാൻ തിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് എന്നുള്ളതല്ല പറയുന്നത്, ഇങ്ങനെ ആവാം എന്നാണ്. ദില്ലി എന്ന് പറയുന്നത് നമ്മളെ മാസ്റ്ററിൽ JD-യൊക്കെ പോലെ ഒരു ലേസി ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാസ്റ്റിലെ ദില്ലി, നമ്മളുടെ വിജി എന്ന് പറയുന്ന ക്യാരക്ടർ ദില്ലിയുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പായിട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ലേസി ആയിട്ടുള്ള ഒരു കബഡി പ്ലെയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ദില്ലി. ആ ഒരു കബഡിയും കളിച്ചതുപോലെ ഒരു ലേസി ആയിട്ട് നടക്കുന്ന ദില്ലി വിജി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കാണുന്നു. ഒരു ചെറിയൊരു റൊമാൻസ്, ലോകേഷ് ഫിലിമിൽ ഒരിക്കലും റൊമാൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ അവർ മാരേജ് ചെയ്യുന്നു, പ്രഗ്നൻ്റ് ആവുന്നു. ആ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ഈ ഒരു പ്രഗ്നൻ്റ് ആയ വിജിയെ കൊണ്ടിട്ട് അവർ അതിൻ്റേതായ ലിമിറ്റഡ് സ്പേസിലായിരിക്കും കഴിയുന്നത്. ഈ ഒരു സമയത്താണ് അടയ്ക്കളം ഗ്യാങ്ങിലുള്ള ആവാം 2 പേര് വന്നിട്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. അവിടെ വെച്ചിട്ട് ദില്ലി ഈ 2 ഗാങ്സ്റ്റേഴ്സിനെയും അടിക്കുന്നു, ജയിൽ അവന്മാർ തീരുന്നു. അങ്ങനെ ദില്ലി ജയിലിലോട്ട് പോകുന്നു. ആഫ്റ്റർ ഡെലിവറി ദില്ലിയുടെ വൈഫ് മരിക്കുന്നു. ദില്ലിയുടെ മകൾ നേരെ ഒരു ഓർഫനേജിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കൈദിയിൽ കണ്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ ഒരു ഇമാജിനേഷനിലുള്ള ഒരു പാസ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ കൈദി 2-നകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം കൈദി 2 എന്ന ഫിലിമിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഓൾറെഡി എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരുപാട് ഫാൻ ബേസ് ഉള്ള ബിഗ് സ്റ്റാർസ് ഉണ്ടാവും. അവർക്കൊക്കെ സ്ക്രീനിൽ അതാത് സ്പേസ് കൊടുക്കണം. ഓൾറെഡി LCU ഫിലിംസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൈദി 2-നകത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു പാസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ലോകേഷിന് വരില്ല. അവിടെ നടക്കുന്ന ഇൻസിഡന്റിന്റെ അകത്ത് ഇവരെ പ്ലേസ് ചെയ്താൽ മാത്രം മതിയാവും. ദില്ലിയുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിനകത്ത് ലോകേഷ് പറയുന്നത് ട്രോഫികളാണ്. അതായത് ദില്ലി എന്ന് പറഞ്ഞ ഒരു കബഡി പ്ലെയർ ആണ്. അതിനൊരു ചെറിയൊരു ഡയറക്ടർ ബ്രില്യൻസും കൂടി ഉണ്ട്. ആ ഒരു ട്രോഫി കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടർ കബഡിയിൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ളത് ആ ഒരു ചെറിയ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. ഈ വീഡിയോ കൈദി 2-ന്റെ ഒരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ദാഹ vs റോളക്സ് ഒരു പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ദാഹ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പാർട്ട് 2 ചെയ്യാമെന്ന് ഞാൻ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 2 എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂലി റിലീസായി. ദാഹ എന്ന ക്യാരക്ടർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാഹ എന്ന ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ലുക്ക്. ആ ലുക്കും അതിൽ ആ ഒരു 2 ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയിട്ട് ആ ഡോഗ്സിനെയും കൊണ്ട്, സിനിമ കാണാത്തവരാണെങ്കിൽ സ്പോയിലർ ഉണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്പോയിലർ ഉണ്ടാവും, സ്കിപ്പ് ചെയ്തോളാം കേട്ടോ. ദാഹ എന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ ഒരു എഡിറ്റിംഗ് ടൈം ലൈൻ എടുത്തിട്ട് ആ ദാഹ എന്ന ക്യാരക്ടർ എൻട്രി ആവുന്ന ആ ഒരു പോർഷൻ വെച്ച് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ കൂലിയിനകത്ത് പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് 2 പയ്യന്മാരെ കാണിക്കുന്നുണ്ട്. ഒന്ന് നാഗാർജുന, ഒന്ന്
അമീർ ഖാനായിട്ടാണ് കാണിക്കുന്നത്. അതിലൊരു പയ്യനെ കട്ട് ചെയ്ത് അവിടുന്ന് കളയണം. ഈ കൂലി എന്ന സിനിമയ്ക്കകത്ത് ഈ അമീർ ഖാൻ്റെ ക്യാരക്ടറും ആ ഒരു പയ്യൻ്റെ ഇത് മാറ്റി നിർത്തിയിട്ട് ഈ സിനിമ ഒന്ന് റീ എഡിറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കൂലി എന്ന സിനിമേനെ ഒരു ഡീസൻറ്റ് വാച്ച് മൂവി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഫിലിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഞാനൊരു ഫിലിം റിവ്യൂ ഇടാത്തതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തതിൻ്റെ മെയിൻ റീസണും അതാണ്. നിങ്ങൾ ഒരു ഫിലിം ആസ്വദിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാനൊരു സിനിമ ആസ്വദിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് പറയുന്നെങ്കിൽ പോലും ഞാൻ എത്രത്തോളം ആ സിനിമയ്ക്കുള്ളിൽ ടെക്നിക്കലിയും ആ ഒരു ക്യാരക്ടറിൻ്റെ എക്സ്റ്റാബ്ലിഷ്മെൻറ്റും ക്യാരക്ടറിൻ്റെ പാസ്റ്റ് ക്യാരക്ടറിൻ്റെ ആർക്ക് എന്താണ് അതെല്ലാം ഞാൻ പഠിച്ച് അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു സിനിമ കാണുന്നത്. അപ്പോൾ അതുപോലെ കണ്ട സമയത്ത് ഈ കൂലി എന്ന സിനിമയ്ക്കകത്ത് മറ്റെല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ചെറിയ ഒരു 0.1% എങ്കിലും ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ആ ഒരു വാല്യൂ ഉണ്ട്, ആ ക്യാരക്ടർ അതിനകത്ത് വേണമെന്ന് നോക്കുകയാണെങ്കിൽ 1% എങ്കിലും പറയാം. പക്ഷേ അമീർ ഖാൻ്റെ ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് അൺവാണ്ടഡ് ആണ്. ഇത് ആവശ്യമേ ഇല്ല. റോളക്സിനെ നമ്മൾ ഏകദേശം ലാസ്റ്റ് ഒരു ചെറിയ പോർഷനിലാണ് കാണിക്കുന്നത് എങ്കിൽ പോലും ആ ഒരു സിനിമയിൽ ഓവറോൾ എല്ലാ സ്ഥലത്തും ആ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ഏറ്റവും കൊടൂര വില്ലനായിട്ടുള്ള വിജയ് സേതുപതിയുടെ ക്യാരക്ടർ പോലും റോളക്സിനെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് ഒരു എന്താണ് ഇത്ര പറയാനെന്നുള്ള ഒരു ഇത് നമുക്ക് ബിൽഡായി വരും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയ പോർഷനിൽ കൊണ്ടുവന്നിട്ട് അതും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു എൻട്രിയും കൊടുത്ത് ആ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അത് തന്നെയാണ് റോളക്സിന് സംഭവിച്ചിരിക്കുന്നത്. റോളക്സിന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒത്തു വന്നു. പ്രസൻറ്റേഷനായാലും ക്യാരക്ടർ ആർക്കായാലും ആ ഒരു സിനിമ ഫുള്ളായിട്ടുള്ളതുപോലെ. നമ്മൾ ക്യാമിയ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇടയ്ക്ക് നാഗാർജുനയുടെ ഒരു ക്യാരക്ടർ എന്തോ ഒരു ഇതിന് ദാഹാന്നൊരു പേര് ഒരു വാട്സപ്പ് ചാറ്റോ എന്തോ കാണിക്കുന്നത് മാത്രമാണ് ഉള്ളത്. ഈ ക്യാരക്ടർ വരണേൻ്റെ ഇത്ര ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊന്നും നമുക്ക് എക്സ്റ്റാബ്ലിഷ് ആയി വന്നിട്ടില്ല. ആ സിനിമയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്, അതെന്തായാലും നമ്മൾ വേറെ വീഡിയോയിൽ പറയാം. ഈ ക്യാരക്ടറിന് ഒരു അടിപൊളിയായിട്ടൊരു ആർക്കും പ്രസൻറ്റേഷനും കൊടുത്തിരുന്നെങ്കിൽ, ഈ ക്യാരക്ടറിന് ഒരു ഇന്നർ ആർക്കുണ്ടല്ലോ, ഈ ക്യാരക്ടർ എന്താണെന്നും ഈ ക്യാരക്ടർ എത്ര ക്രൂരനാണെന്നും എത്ര ബ്രൂട്ടലാണെന്നും ഉള്ളതിൻ്റെ ഒരു ഇന്നർ മീനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിനെ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് ലോകേഷിന് പുതിയൊരു സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാം. ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പാർട്ട് 1 ആയിട്ട് ചെയ്ത ദാഹ റോളക്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടറിന് ഇൻഡിവിജ്വലായിട്ട് ലോകേഷിന് എപ്പോഴെങ്കിലും ചെയ്യാമായിരുന്നു ഈ ക്യാരക്ടറിനെ വെച്ചൊരു സിനിമ. ഇനി ലോകേഷ് ചെയ്യാനിരിക്കുന്ന അമീർ ഖാൻ ലോകേഷ് ഫിലിമിൽ ഈ ഒരു ദാഹ എന്ന ക്യാരക്ടർ ഒരു കാരണവശാലും ഉണ്ടാവില്ല. കാരണം അത് ഫ്ലോപ്പ്ഡാണ്. ആ ക്യാരക്ടർ ഇവിടെ തീർന്നു. ഇനി ഈ ക്യാരക്ടറിനൊരു എക്സ്റ്റെൻഡ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായാൽ പോലും ഈ അമീർ ഖാൻ്റെ ദാഹ എന്ന ക്യാരക്ടർ എന്താണെന്ന് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു പാസ്റ്റൊക്കെ കൊണ്ടുവന്ന് ചെയ്താലും ആ സിനിമയെന്ന് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായി പോകും. എനിക്ക് ഏറ്റവും വലിയ ഒരു നിരാശ ഫീൽ ചെയ്തത് ഈ ഒരേ ഒരു കാര്യത്തിലാണ്. ലോകേഷ് എന്ന ഫിലിം മേക്കർ ഒരു ചെറിയ ക്യാരക്ടറിന് പോലും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് ക്യാരക്ടർ ആർക്കിലായാലും എന്തിലായാലും. ഇപ്പോൾ ലോകേഷിന് എന്താണ് പറ്റിയെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് ഈ ക്യാരക്ടറിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അമീർ ഖാൻ്റെ ഒരു BGM അത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു BGM കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ, ഒരു അറബിക് ഗോത്തിക് ടൈപ്പ് ഓഫ് ഒരു ഫീലാണ് കിട്ടിയത് ആ ഒരു BGM കേൾക്കുന്ന സമയത്ത്. ഒപ്പം ആ ഒരു ലുക്ക്, അമീർ ഖാൻ്റെ ഒരു ഫുൾ ലുക്കും, ആ ഡോഗ്സിൻ്റെ പേരെന്തെന്നാ, ഹസ്കി ആ കുറച്ച് ഡോഗ്സിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഹെലിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആ ഒരു വരുന്ന ആ ഒരു ഷോട്ടുണ്ട്. ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഈ സിനിമയിലകത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഷോട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോട്ടാണ്. ആ ഒരു പട്ടിയും പിടിച്ചിട്ട് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഷോട്ടുണ്ട് ഹെലിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആ ഒറ്റ ഷോട്ടാണ് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു ഷോട്ട്. പക്ഷെ അവിടെയും എനിക്കൊരു നെഗറ്റീവ് വന്നതെന്ന് പറയുന്നത് ഗിരീഷ് ഗംഗാധരൻ്റെ ഒരു ക്യാമറ വർക്ക്. അങ്ങേര് പുലിയാണെന്നുള്ളത് നമുക്കറിയാം, അതിലൊന്നും നമുക്കൊന്നുമില്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ പാലറ്റിനും ലൈറ്റിങ്ങിനും ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് പോലും ഇതിൻ്റെ ലൈറ്റിംഗ് ആൻഡ് കളർ പാലറ്റ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഈ സിനിമയ്ക്കകത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കളർ പാലറ്റോ ലൈറ്റിങ്ങോ ഇല്ല. എല്ലാവരും പറയുന്നുണ്ട് വിക്രം സിനിമയിലകത്ത് ഉള്ള അതേ ഫീലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. കാരണം വിക്രം സിനിമയിലകത്തും ഇതിലെയും ലൈറ്റിംഗ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കുറച്ചെങ്കിലും മേച്ചായിട്ട് വന്നിട്ടുള്ളത് കല്യാണി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഷോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഹോസ്റ്റലിനകത്തൊരു ഫൈറ്റിലും മാത്രമാണ് എനിക്ക് വിക്രമുമായിട്ടൊരു സിമിലർ പാലറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റിങ്ങും കളർ പാലറ്റൊക്കെ ഫീൽ ചെയ്തത്. ആ ഒരു കൺസിസ്റ്റൻസി അവർ ഈ ഒരു ഫുൾ സിനിമയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈറ്റിങ്ങിലും കളർ പാലറ്റിലും. പിന്നെ ഫ്ലാഷ് ബാക്കിന് ഒരു സെപ്പറേറ്റ് കളർ പാലറ്റ് കൊടുത്തത് നമുക്ക് കൂട്ടണ്ട, അത് ആ ഒരു പാലറ്റ് തന്നെയാണ് കറക്റ്റ്. കാരണം അവർ
ആ ഒരു കൂലി ക്ലോത്ത് ഇട്ടിക്കുന്നതൊക്കെ എല്ലാം മാച്ചിങ് അതാണ്. അതല്ലാതെ നാഗാർജുനയുടെ ക്യാരക്ടറിൻ്റെ പോർഷനായാലും അമീർ ഖാൻ്റെ പോർഷനായാലും അമീർ ഖാൻ്റെ ആ പോർഷൻ ഔട്ട്ഡോർ ആണ് അവർ എടുത്തിരിക്കുന്നത്. അമീർ ഖാൻ്റെ ക്യാരക്ടർ വേണം ആ ഒരു സാൻഡ് നിറഞ്ഞൊരു ലൊക്കേഷനാണ്, ഒരു വാം ലുക്ക് വരേണ്ട ഒരു ലൊക്കേഷനാണ് അത്. ആ ലൊക്കേഷനിൽ പോലും അവർ ബ്ലൂ ഇതിലേക്ക്, അതായത് ഒരു സിയാൻ ബ്ലൂ നമ്മളെ ലിയോയിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു ടെറൈൻ ആ സിനിമയിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത് കാശ്മീർ ആ ഒരു മഞ്ഞ് ടെറൈനാണ്, അവിടെ ഈ ഒരു കളർ പാലറ്റ് വെച്ച് സൂട്ട് ആവുള്ളൂ. ഇവിടെ നേരെ സാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള മണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, മരുഭൂമി പോലെ. അവിടെ വാമാണ് കറക്റ്റ് ആവുക. ഒരു സിനിമയുടെ കളർ പാലറ്റിന് പോലും ഒരു ഇമോഷൻ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. ആ ബീജിയമിൻ്റെ കൂടെ ഈ ഒരു വാം ടൈപ്പ് ഒരു ലുക്കും കൂടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരേ സമയം ഒരു ഡെവിലിഷ് പുറകിൽ ഹൈഡ് ആവുന്നുണ്ട്. പക്ഷേ അമീർ ഖാൻ്റെ ക്യാരക്ടർ പുറമേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, എന്താ പറയുക, ഫൺ പേഴ്സൺ ആയിട്ട് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വിഷ്വലും, ഉള്ളിൽ ഇയാൾ ഡാർക്ക് ആണെന്ന് നമുക്കൊരു ഫീലും കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഈ കളർ പാലറ്റ് ചെറിയൊരു ചേഞ്ച് വന്നാൽ മതിയായിരുന്നു. ഇതെൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ നമുക്കൊക്കെ ചിന്തിക്കുമ്പം ആ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. ഇത് ആ ഒരു എൻട്രിയുടെ കേസ് മാത്രമാണ് പറഞ്ഞ ആ എൻട്രി ഷോട്ട് ഒഴിച്ച് ആ അമീർ ഖാൻ വന്നിട്ട് രജനീകാന്തുമായിട്ടുള്ള സംസാരമായാലും ആ ഒരു ബീഡി കത്തിക്കുന്നതായാലും കോമഡി ആയിട്ടാണ് തോന്നിയത്. നല്ല വിഷമമുണ്ട്. കാരണം ലോകേഷ് സിനിമകൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും, നല്ല സിനിമ എന്ന് പറയാൻ പറ്റും. ഇത് നല്ല സിനിമ തന്നെയാണ്, പക്ഷേ ഇതിൽ ലോകേഷ് അൺവാണ്ടഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇത് ഒന്നുകിൽ ഇവർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ച കാര്യങ്ങളാവാം. എനിക്ക് കൂടുതൽ അങ്ങനെയാണ് തോന്നുന്നത്. ലോകേഷ് ഒരിക്കലും ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്, ആണോ എന്ന് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല ഇത് ഫുൾ ലോകേഷിൻ്റെ ഒരു തിങ്കിങ്ങിൽ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു അൺവാണ്ടഡ് ഇതൊക്കെ ലോകേഷ് ഓരോ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ആ ക്യാരക്ടറിൻ്റെ ആർക്കും ഡെപ്തും പറയും. ഇനി അമീർ ഖാനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലോകേഷ് എന്തായിരിക്കും ഈ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയെ കുറിച്ച് പറയാൻ പോകുന്നതെന്ന് നമുക്ക് ബാക്കിയൊക്കെ കണ്ടറിയാം. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അതെല്ലാം ഞാൻ കൂലിയെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യും, അപ്പോൾ ഞാൻ പറയാം. കൈദി 2 പാർട്ട് 2, അതുപോലെ തന്നെ ദാഹ വേഴ്സസ് റോളക്സ്, ആ വീഡിയോ എന്തായാലും അതിൻ്റെ പാർട്ട് 2 ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒരു താല്പര്യമില്ല കേട്ടോ. കാരണം അതിന് വേറെ രീതി ചെയ്യണമെങ്കിലേ പറ്റുള്ളൂ. എന്തായാലും കൈദി 2 പാർട്ട് 2 വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഒരുപാട് പറഞ്ഞാൽ ലോങ് ആയി പോവും. ബാക്കി നമുക്ക് കൂലി വീഡിയോയിൽ പറയാം. വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ബെൻസിൻ്റെ ഒരു വീഡിയോയും ഇവിടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാൾ വീഡിയോ ആയിട്ടുള്ള മറ്റു വീഡിയോ കാണാം. അതിലേക്ക് ഇറ്റ്സ് മീ അൻഷാൻ സാർ. എന്നടാ ലോകേഷ് നീ പണി വെച്ചേ.